റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയെ ചൊല്ലി സൈബർ തർക്കം തുടരുന്നതിനിടെ വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി അറിയിച്ച ദീപാദാസ് മുൻഷി വി.ഡി. സതീശനുമായി ആശയവിനിമയം നടത്തി. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നാണ് ബോർഡുകളിലെ തലക്കെട്ട്. അതിരുവിട്ട മുഖ്യമന്ത്രി ചർച്ചകൾ KPCC വിലക്കിയിട്ടുണ്ട്. ചർച്ചകൾ തുടർന്നാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, എന്താണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്? സ്മൃതി, സംസ്ഥാനത്ത് കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ അത് സൈബർ പോരിലേക്ക് മാറിയ സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് KPCC ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇടയിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് ആലുവയിലും ഒപ്പം മലപ്പുറത്തും കണ്ണൂരിലുമാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആ ബോർഡുകളിൽ നിയുക്ത മുഖ്യമന്ത്രി എന്ന അഭിസംബോധനയോടെയാണ് വന്നത്. അത് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെയല്ലെന്ന് അവിടെ പ്രാദേശിക നേതാക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ള അസംതൃപ്തി. അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ദീപാദാസ് മുൻഷി, AICC ജനറൽ സെക്രട്ടറി, സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തന്നെ നേരിട്ട് അറിയിച്ചതായുള്ള വിവരം പുറത്തു വരുന്നത്. കാരണം ഒന്ന്, സംസ്ഥാനത്ത് ഈ മുഖ്യമന്ത്രി ചർച്ച പൊതു ഇടത്തിൽ പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്ന വിലയിരുത്തലുണ്ട്. ആ ചർച്ച അതുകൊണ്ട് തന്നെയാണ് നിർത്താൻ വേണ്ടി KPCC അധ്യക്ഷനോട് തന്നെ ആ നിർദ്ദേശം നൽകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിലൂടെ ഈ തീരുമാനം അറിയിച്ചത്. ഇനി അങ്ങോട്ട് പരസ്യമായി ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നവർക്കെതിരെ അച്ചടക്ക ലംഘനമെന്ന് കണക്കാക്കി നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി KPCC പക്ഷേ പരസ്യമായി പ്രതികരണം നടത്തിയ മറ്റ് നേതാക്കളുണ്ട്. വി.ഡി. സതീശൻ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. അണികൾ ഉറപ്പായിട്ടും ഇത്തരത്തിൽ സൈബർ രംഗത്തും അതല്ലാതെ ഈ ഫ്ലക്സ് ബോർഡുകളുമായിട്ടൊക്കെ രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ പരസ്യമായി പ്രതികരിച്ച നേതാക്കളുമായിട്ടും ദീപാദാസ് മുൻഷി സംസാരിച്ചിട്ടുണ്ടോ? സ്മൃതി, നിലവിൽ ആ ബോർഡിൽ മാത്രമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തിയതായി നമുക്കറിയാൻ കഴിയുന്നത്. നേരെ മറിച്ച് പരസ്യ പ്രസ്താവനകൾ വിലക്കാനുള്ള നിർദ്ദേശം അത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനാണ് ദീപാദാസ് മുൻഷി നൽകിയത്. നേരെ മറിച്ച് മറ്റു നേതാക്കളുമായി ഈ കാര്യത്തിൽ അവരുടെ അതൃപ്തി അറിയിച്ചതായി നമുക്ക് വിവരമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പല നേതാക്കളും പരസ്യമായി തന്നെ അഭിപ്രായപ്പെടുന്നത്. അത് മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ ആദ്യമേ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നീട് അത് KC വേണുഗോപാലിന് പിന്തുണ മാറ്റി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല നേതാക്കളും അവരുടെ അഭിപ്രായ പ്രകടനം സാമൂഹ്യ മാധ്യമത്തിലൂടെ നടത്തുകയും ചെയ്തിരുന്നു. വ്യാപകമായ ക്യാമ്പയിൻ 3 നേതാക്കൾക്ക് വേണ്ടിയുമുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വേണ്ടി മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും KC വേണുഗോപാലിന് വേണ്ടിയും ക്യാമ്പയിൻ തുടരുന്നുണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ. ഇന്നലെയൊക്കെ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി പോലും ക്യാമ്പയിന് തുടക്കമായിട്ടുണ്ട്. ആ ക്യാമ്പയിനൊക്കെ നിയന്ത്രിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിനിടയ്ക്കാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.